ബാംഗ്ലൂർ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പബ്ബിലൊന്നും ഇതേവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു 2 വർഷം കഴിഞ്ഞില്ലേ, ഒന്ന് പബ്ബിൽ പോയി അവിടെ കിട്ടുന്ന ഫുഡൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ സർജാപൂരിനടുത്തുള്ള ഒരു പബ്ബിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി ഞാനൊരു പിസ്സയും അതുപോലെ തന്നെ ഒരു കോണിൻ്റെ എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി, അതുകൂടെ ഒന്ന് ഓർഡർ ചെയ്തു. ക്രിസ്പി കോൺ, ഓക്കെ, അതുകൂടി ഓർഡർ ചെയ്ത് അത് വന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം വേറെ കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പബ്ബിൽ ഫുഡിന് നല്ല ടേസ്റ്റാണ്, പക്ഷെ അത്ര തന്നെ വിലയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ആസ്വദിച്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തു. ഇവിടെ പിസ്സ കട്ടിലോ അല്ലെങ്കിൽ ഡൊമിനോസിലോ ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു പിസ്സ ഒന്നും അല്ല കേട്ടോ. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പിസ്സയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു അതും. ഞാനൊരു 5-6 പീസെങ്കിലും കഴിച്ചാണ്. അതുകൂടാതെ ക്രിസ്പി കോൺ ഇത് കഴിച്ചപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഡ്രിങ്കും കൂടി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്കെന്തോ സ്വീറ്റ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ചീസ് കേക്ക്, ലോട്ടസ് ചീസ് കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോട്ടസ് ബിസ്ക്കറ്റ് കഴിച്ച് നോക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു അവസരമായിട്ട് എടുക്കാം, കാരണം ഇനി ഇപ്പോഴൊന്നും വരാൻ പറ്റില്ലല്ലോ. സോ വിൽ വെയിറ്റ്. അപ്പോൾ ഇതാണ് ലോട്ടസ് ചീസ് കേക്ക്, സോറി. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ച് ഒരു ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറായിരുന്നു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര മധുരം ഉണ്ടായിരുന്നു സംഭവത്തിന്. സ്വീറ്റ്സ് ആണല്ലോ. അത് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഫുൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കാലി. ബില്ലും തന്നു. 2500 ബില്ലായി. കാരണം അത്രയും ഉണ്ടായിരുന്നു, അത്രയും ടേസ്റ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ ഈ ഒരു പബ്ബിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ദിവസമെങ്കിലും നിങ്ങൾ പോവുക, കാരണം അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്.